പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്ക് തന്നെ ആമേൻ. ഇന്ന് വായിച്ചു കേൾക്കുന്ന വിശുദ്ധ എവൻഗേലിയൻ ഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ കർത്താവിൻ്റെ രക്ഷാകരമായ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വേദഭാഗമാണ്. 7 അപ്പം കൊണ്ടും കുറച്ച് ചെറിയ മീനും കൊണ്ടും 4000 പേരെ, അതിലധികം വരുന്നതായിരിക്കുന്ന ആളുകളൊക്കെയും പോഷിപ്പിക്കുന്ന മനോഹരമായിരിക്കുന്ന വേദഭാഗമാണ് ഇന്നത്തെ ധ്യാന ചിന്ത. സ്നേഹമുള്ളവരെ, കർത്താവ് തമ്പുരാൻ ഇവിടെ ശിഷ്യന്മാരുടെ അടുക്കൽ 7 അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കിയിട്ട് പറയുന്ന മനോഹരമായിരിക്കുന്നൊരു ഭാഗമുണ്ട്. വേറൊന്നുമില്ല, അവരെല്ലാവരും നിങ്ങൾ നിലത്ത് ഭക്ഷണത്തിനായി ഇരുത്തുവേൻ. വളരെ ലളിതമായി ചിന്തിച്ചാൽ മാനുഷികമായിരിക്കുന്ന ചിന്തയാണ്. നിലത്ത് ഭക്ഷണത്തിലിരിക്കുന്നത് ചെമ്പരപ്പടിയിട്ടാണ്. നമ്മളൊക്കെ വലിയ വലിയ സദ്യക്കൊക്കെ പണ്ട് കാലങ്ങളിൽ നിലത്തിരിക്കുന്ന അതേ രീതി. ഇന്നത്തെ കാലഘട്ടത്തിലെ ആരോഗ്യമുള്ള നമുക്കൊക്കെ നിലത്ത് അധികം സമയം അങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റില്ല. വിളമ്പിയത് മൊത്തം നമ്മൾ കഴിക്കത്തുമില്ല. എന്തൊക്കെ പറഞ്ഞാലും അന്നത്തെ കാലഘട്ടത്തിലെ ആളുകൾ ബാക്കി വെച്ചതാണ് അനുഗ്രഹമായി അവർ കൊട്ടയിൽ ചുമന്നുകൊണ്ട് പോയത്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് നിന്ന് നമ്മൾ മാറ്റപ്പെടുമ്പോൾ നമ്മൾ എന്താണ് ബാക്കി വയ്ക്കുന്നത്? ഇതൊരു വലിയ ചിന്തയായിട്ടിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ നന്മയാണോ തിന്മയാണോ, നല്ല പേരാണോ ചീത്ത പേരാണോ, എന്താണ് നമ്മൾ ബാക്കി വയ്ക്കുന്നത്? നമ്മുടെ തലമുറകൾക്ക് അത് അനുഗ്രഹമായി തീരാൻ കാരണമാകുന്നുണ്ടോ? അവർക്കത് നല്ല ഓർമ്മയായി തീരാൻ കാരണമാകുന്നുണ്ടോ? ശാന്തമായി ചിന്തിക്കാൻ ഈ വേദഭാഗം നമുക്ക് ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. എന്താണ് നമ്മൾ ബാക്കി വയ്ക്കുന്നത്? ആമേൻ. ജീവമരത്തെ മുളപ്പിച്ച തിരു